നമസ്തേ. ധർമ്മസ്ഥല വ്യാജ ആരോപണ കേസിലെ ഒന്നാം പ്രതി ചിന്നയ്യയുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് നടൻ പ്രകാശ് രാജ് സമ്മതിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പ്രകാശ് രാജ് ഇക്കാര്യം സമ്മതിച്ചത്. എന്നാൽ ചിന്നയ്യയുടെ ഹർജിയിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് അകലം പാലിച്ചായിരുന്നു നടന്റെ വിശദീകരണം. ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ പ്രധാനി ഗിരീഷ് മട്ടന്നവറിന്റെ നിർദ്ദേശപ്രകാരമാണ് ചിന്നയ്യ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടത് എന്നും സംസാരിച്ച തീയതി കൃത്യമായി ഓർമ്മയില്ലെന്നും കൈവശമുള്ള വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് മാത്രമാണ് താൻ ഉപദേശിച്ചതെന്നും പ്രകാശ് രാജ് പറഞ്ഞു. എന്നാൽ ധർമ്മസ്ഥല ഗൂഢാലോചനയുമായി ബന്ധമില്ലെന്നും 200 കോടിയുടെ കാര്യം തനിക്കറിയില്ലെന്നും പ്രകാശ് രാജ് പറഞ്ഞു. ആരോപണങ്ങളിൽ ഉരുണ്ടുകളിച്ചാണ് പ്രകാശ് രാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. ചിന്നയ്യയുടെ ധർമ്മസ്ഥല വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചന അറിയില്ലെന്നാണ് പ്രകാശ് രാജ് പറയുന്നത്. കേസിലെ പ്രതി ചിന്നയ്യയുമായി ഒരിക്കൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് പ്രകാശ് രാജ് പറഞ്ഞു. ചിന്നയ്യ ഫോണിൽ വിളിച്ചിട്ട് നേരിട്ട് കാണണമെന്ന് പറഞ്ഞുവെങ്കിലും താൻ തയ്യാറായില്ല. വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് SITയോട് പറയാൻ നിർദ്ദേശിച്ചുവെന്നും പ്രകാശ് രാജ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചിന്നയ്യയ്ക്ക് സംസാരിക്കണമെന്ന് സാമൂഹിക പ്രവർത്തകൻ ഗിരീഷ് മട്ടന്നവരാണ് അറിയിച്ചത്. ഇതുപ്രകാരം ചിന്നയ്യ വിളിച്ചു. ഒട്ടേറെ സത്യം പുറത്തു പറയാനുണ്ടെന്നും എന്നാൽ ജീവന് ഭീഷണിയുണ്ടെന്നും പറഞ്ഞു. സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എല്ലാവരും ഒപ്പം നിൽക്കുമെന്നും താനും പിന്തുണയ്ക്കുമെന്നും പറഞ്ഞു. തമിഴിലാണ് സംസാരിച്ചത്. കൂടുതൽ സംസാരിക്കുന്നതിന് പകരം ശബ്ദ സന്ദേശം അയക്കാൻ നിർദ്ദേശിച്ചു. ഇത് SIT തലവന് അയച്ചു കൊടുത്തിട്ടുണ്ട്. വെളിപ്പെടുത്തലിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ചും ഇതിനായി 200 കോടി രൂപ കേരളത്തിൽ നിന്ന് എത്തിയെന്ന ആരോപണത്തെക്കുറിച്ചും അറിയില്ല. ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി തനിക്ക് ഇതിൽ കൂടുതൽ ബന്ധമില്ലെന്നും പ്രകാശ് രാജ് വ്യക്തമാക്കി. ഒരു സാധാരണ തൊഴിലാളി ചിന്നയ്യയെ പോലുള്ള ഒരാള് ഈ പ്രകാശ് രാജിന്റെ ഉപദേശം ചോദിക്കാൻ ചെന്നെന്ന് പറയുമ്പോൾ എന്തോ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? കർണാടകയിലെ ഏറ്റവും വിശുദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നായ ധർമ്മസ്ഥല പതിറ്റാണ്ടുകളായി ഭക്തിയുടെ കേന്ദ്രമായി അറിയപ്പെടുന്ന ഈ സ്ഥലത്തിന്റെ പേരിനൊപ്പം ഇപ്പോൾ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളും ദുരൂഹ വെളിപ്പെടുത്തലുകളും കോടികളുടെ ഗൂഢാലോചന എന്ന അവകാശവാദങ്ങളുമാണ്. ഈ കേസിൽ അപ്രതീക്ഷിതമായി നടൻ പ്രകാശ് രാജിന്റെ പേരും കൂടി ഉയർന്നു വന്നതോടെ വിവാദം കൂടുതൽ കത്തിയമരുകയാണ്. അതേസമയം ഇത് സംബന്ധിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ടീച്ചർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതിവിടെ ഞാൻ വായിക്കുകയാണ്. ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ദേവസ്ഥാനം വർഷത്തിൽ എല്ലാ ദിവസവും തീർത്ഥാടക തിരക്കുണ്ടാകുന്ന ഒരു ക്ഷേത്രം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മെനഞ്ഞെടുത്ത കള്ളക്കഥകളുടെ വാസ്തവം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കാൻ കാരണമെന്താകും? ഇന്ന് ചിലരെങ്കിലും തല പോയിക്കുന്നുണ്ടാകും. ധർമ്മസ്ഥല ക്ഷേത്രത്തെ അടുത്തറിയാൻ പരിശ്രമിച്ചാൽ ഒന്ന് പഠിക്കാൻ ഇത്തിരി സമയമെടുത്താൽ നമുക്ക് ഉത്തരം സ്വയം തെളിഞ്ഞു വരും. ആധ്യാത്മികമായ കാര്യങ്ങൾക്കപ്പുറം സമാജത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്തുമാത്രം സമ്പത്തും ശ്രദ്ധയുമാണ് ആ ക്ഷേത്ര ട്രസ്റ്റ് വിനിയോഗിക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. അവർ ഒരു വർഷം ജനക്ഷേമത്തിനു വേണ്ടി ചിലവഴിക്കുന്ന പണത്തിന്റെ ഏകദേശം കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കണക്കുകൾ ഏറ്റവും അവസാന വർഷത്തേതാണ്. എല്ലാ വർഷവും ഇതുപോലെ തന്നെ അവർ സമൂഹത്തിന് വേണ്ടി ശതകോടികൾ ചിലവഴിച്ച് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തതിൻ്റെ രേഖകൾ അവരുടെ കൈവശമുണ്ട്. ജ്ഞാനദീപ 72.15 കോടി, ഗ്രാമീണക്ഷേമ അടിസ്ഥാന സൗകര്യ വികസനം 75 കോടി, കമ്മ്യൂണിറ്റി വികസനം 16.57 കോടി, സുഗന്ധി സ്കോളർഷിപ്പ് 131.46 കോടി, പാവപ്പെട്ടവർക്കായി കൊടുക്കുന്ന മാസസഹായം 106.16 കോടി, ജനമംഗള പദ്ധതി 9.7 കോടി, തടാക വികസനം 63.25 കോടി, കുടിവെള്ള പദ്ധതി 15.11 കോടി, വാത്സല്യനിധി 9.16 കോടി. ജ്ഞാനദീപം പദ്ധതിയിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ മേഖലയിലും വേണ്ടുന്ന ബോധവൽക്കരണ പരിപാടികൾ 100 കണക്കിന് ക്ലാസുകളും മറ്റുമായി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു. തൊഴിൽ, ആരോഗ്യം, ശുചീകരണം തുടങ്ങി ഒട്ടുമിക്ക മേഖലകൾക്കും പ്രാധാന്യം കൊടുക്കുന്നു. നോളജ് ഡെവലപ്മെന്റ് സെന്റർ 2122 ഗ്രാമങ്ങളിൽ ലൈബ്രറികൾ തുടങ്ങിയിട്ടുണ്ട്. അവിടങ്ങളിൽ 6000-ലധികം തൊഴിലാളികൾ പ്രവർത്തിക്കുന്നു. വാത്സല്യ പരിപാടി 20,986 പേർക്ക് ഒരു വർഷം പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, പുതപ്പ് എന്നിവ അടങ്ങിയ വാത്സല്യ കിറ്റുകൾ വിതരണം ചെയ്തു. ജനമംഗള പരിപാടി ആവശ്യക്കാരായ രോഗികൾക്ക് വാട്ടർ ബെഡ്, വീൽ ചെയറുകൾ, വാക്കറുകൾ എന്നിവ വിതരണം ചെയ്യുന്നു. വീടില്ലാത്തതോ താമസയോഗ്യമായ വീടില്ലാത്ത കുടുംബങ്ങൾക്കോ വീടുകൾ നിർമ്മിക്കുകയും നന്നാക്കി കൊടുക്കുകയും ചെയ്യുന്നു. 1096 വീടുകൾ ഇതുവരെ നിർമ്മിച്ചു നൽകി. വാത്സല്യ ഫുഡ് കിറ്റ് പ്രോഗ്രാം ഇതനുസരിച്ച് പോഷകാഹാര കുറവ് വരാതിരിക്കാൻ പോഷകാഹാര സമൃദ്ധമായ ഫുഡ് കിറ്റ് വിതരണം ചെയ്യുന്നു. പ്രതിമാസ സഹായ പദ്ധതി 20,000-ഓളം കുടുംബങ്ങൾക്ക് 1000 രൂപ മുതൽ 3000 രൂപ വരെ പ്രതിമാസ സഹായം നൽകുന്നു. ഒരു വർഷം 15.97 കോടി ഇതിനായി നീക്കിയിരുത്തുന്നു.
സംരൂപൻ സുരക്ഷാ യോജന 1 വർഷം 2024-25 വർഷത്തിൽ 5,96,941 പേർ അംഗങ്ങളായി ചേർന്നു. ഇതിലെ അംഗങ്ങൾക്ക് മെഡിക്കൽ ചെലവ്, പ്രസവ ചെലവ്, മരണ സമാശ്വാസ സഹായം എന്നീ നിലകളിൽ 875 കോടി രൂപ വിതരണം ചെയ്തു. ശുദ്ധജല ലഭ്യതയ്ക്ക് വേണ്ടി 23 തടാകങ്ങൾ നിർമ്മിക്കുകയോ നന്നാക്കുകയോ ചെയ്തു. ഒപ്പം കുടിവെള്ള ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിൽ എല്ലാം അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊടുത്തു. ശുചിത്വ ഗ്രാമം സൃഷ്ടിക്കാൻ 10,000-കണക്കിന് മാലിന്യ ശേഖരണ കൊട്ടകൾ വിതരണം ചെയ്തു. നവചേതന പദ്ധതി ഇതനുസരിച്ച് പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായുള്ള സ്ഥാപനങ്ങളെ സഹായിക്കുന്നു. നാടിന്റെ പല ഭാഗത്തും പാലുൽപാദക സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിനായി അവർക്കു വേണ്ടി തൊഴിൽ പരിശീലനവും ആ തൊഴിൽ ചെയ്യാൻ ആവശ്യമായ സാമ്പത്തിക സഹകരണവും ഉറപ്പുവരുത്തുന്നു. സ്ത്രീകളുടെ ഇത്തരം കൂട്ടായ്മകൾ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ പോലും വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. ധർമ്മസ്ഥല ഗവൺമെന്റ് ആശുപത്രി നിർമ്മാണ ചെലവിന്റെ 50% ഈ ട്രസ്റ്റാണ് സംഭാവന ചെയ്തത്. കൂടാതെ എല്ലാ വർഷവും ഇത് സൗജന്യമായി മരുന്നുകൾ നൽകുകയും ചെയ്യുന്നു. ബാംഗ്ലൂരിലെ കിദ്വായ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജിയിൽ 44,000 ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥലം മഞ്ജുനാഥേശ്വര ബ്ലോക്ക് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഈ ബ്ലോക്കിൽ OP വാർഡ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സൗകര്യങ്ങളുണ്ട്. ഡോക്ടർമാർക്കുള്ള കൺസൾട്ടേഷൻ റൂമുകൾ, നഴ്സുമാരുടെ മുറികൾ, മൈനർ ഓപ്പറേഷൻ തിയേറ്ററുകൾ, സ്റ്റോർ റൂം, ശൗചാലയങ്ങൾ, റാമ്പ്, വെയിറ്റിംഗ് ഹാൾ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിൽ 53 ലക്ഷം രൂപ ചെലവിൽ എയർ കണ്ടീഷണർ സൗകര്യത്തോടു കൂടിയ ശ്രീ ധർമ്മസ്ഥലം മഞ്ജുനാഥ സ്വാമി നിയോനാറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗം ഇത് നിർമ്മിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ പാവപ്പെട്ട വിഭാഗങ്ങളിൽപ്പെടുന്ന അതീവ ഗുരുതരാവസ്ഥയിലുള്ള നവജാത ശിശുക്കൾക്ക് പ്രത്യേക ആരോഗ്യ പരിപാലനം നൽകുന്നതിനായാണ് ഈ യൂണിറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. മംഗലാപുരത്തെ വെൻലോക്ക് ഡിസ്ട്രിക്ട് ആശുപത്രിയിലും ഗവൺമെന്റ് ലേഡി ഗോഷൻ ആശുപത്രിയിലും ധർമ്മശാലകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്ന രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ തികച്ചും സൗജന്യമായി താമസമൊരുക്കുന്നു. ആവശ്യക്കാരായ രോഗികളെ സഹായിക്കുന്നതിനായി ശ്രീ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജിക്ക് പ്രതിവർഷം 15 ലക്ഷം രൂപ ധനസഹായം നൽകുന്നു. കരുണ ഹോസ്പിറ്റലിൽ വളർത്തുമൃഗങ്ങളുടെ ചികിത്സയ്ക്കായി ഒരു പ്രത്യേക ബ്ലോക്കും നിർമ്മിച്ചിട്ടുണ്ട്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ നടത്തുന്നു. പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ളവ അതിൽപ്പെടുന്നു. അതിനുമപ്പുറം സാധാരണക്കാരായ ഗ്രാമീണ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാലയങ്ങൾ നടത്തുന്നു. അവിടെ പ്രാദേശിക ഭാഷാ പഠനത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഗ്രാമവികസനം ഏതൊരു സർക്കാരിനേക്കാൾ താൽപ്പര്യത്തോടെയും ശ്രദ്ധയോടെയും അവർ നടത്തുന്നു. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും സൗജന്യമായി അന്നദാനം കൊടുക്കുന്നതോടൊപ്പം നാട്ടുകാർക്ക് അന്നത്തിനുള്ള വഴി കണ്ടെത്താനും വേണ്ടുന്ന സഹായം ക്ഷേത്രം ചെയ്യുന്നു. ഇത് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ആ ക്ഷേത്രം ഇരയാക്കപ്പെട്ടത് എന്ന്. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ഈ കേസിൽ പേരുയർന്ന ചിന്നയ്യ എന്ന വ്യക്തി ചില ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് സംഭവം ദേശീയ ശ്രദ്ധ നേടിയത്. പിന്നീട് കേസിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘമായ SIT ഏറ്റെടുത്തു. ഇതിനിടെയാണ് നടൻ പ്രകാശ് രാജ് മാധ്യമങ്ങളെ കണ്ടത്. ഇവാഞ്ചലിസ്റ്റ് മതപരിവർത്തന മാഫിയകളുടെ ഏജന്റാണ് ഈ പ്രകാശ് രാജ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ പെൺകുട്ടികളെ 100 കണക്കിനെന്നോണം തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കി കുഴിച്ചുമൂടിയെന്ന് വരെ പ്രകാശ് രാജ് മീഡിയയിൽ പറഞ്ഞു. പ്രകാശ് രാജൊക്കെ ക്ഷേത്രങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള മതമാറ്റ ലോബികളുടെ വക്താവാണ് എന്ന് വ്യക്തമാണ്. സംഘപരിവാറിനെതിരെ എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിനെതിരെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇസ്ലാമിക ജിഹാദികളുടെ പാദസേവ ചെയ്യുന്നവനാണ് പ്രകാശ് രാജ്. നിരീശ്വരവാദി എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും മോദിക്കെതിരെ എന്തെങ്കിലും ഇയാൾ പറഞ്ഞാൽ വലിയ സംഭവം എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിരുന്ന മലയാള മാധ്യമങ്ങളും പുരോഗമനക്കാരും മതേതരും ഇതൊന്നും അത്ര വലിയ വാർത്തയാക്കില്ല. ഈ രാജ്യദ്രോഹിയും രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയുമൊക്കെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവുമൊക്കെ ചുമന്നു നടക്കുന്നത്. BJP എതിർക്കാൻ ഇത്തരം രാജ്യദ്രോഹികളെ കൂട്ടുപിടിക്കുന്നവർക്കുള്ള ഗുണപാഠമാണ് പ്രകാശ് രാജ്. എന്തായാലും ചിന്നയ്യ സമർപ്പിച്ച ഹർജിയിൽ പ്രകാശ് രാജ് അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച കോടതി കേസ് ഈ മാസം 29-ന് വീണ്ടും പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.